ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല, ഇത്രയും പറഞ്ഞ് ഇത്രയും തള്ളിയിട്ടുണ്ട്. തള്ളിയിട്ടില്ല, രണ്ടും രണ്ട് വാക്കാണ്, തള്ളുക തല്ലുക. മീഡിയ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാക്റ്റ് നടനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന അവരുടെ പടത്തെക്കുറിച്ച് പേരും അറിയില്ല. അതുകൊണ്ട് വെരി സോറി. പ്രശംസിച്ച് പല എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വലിയ വലിയ താരങ്ങളുണ്ട്. നമ്മൾ ചെറിയ ആൾക്കാരാണ്. അവരുടെ പടത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറയും. ഇവരൊക്കെ അവരുടെ പ്രൊമോഷന് വേണ്ടി മാത്രമേ നമ്മളെ സമീപിക്കാറ്. ഏതെങ്കിലും പോസ്റ്റൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. ആസ് എ മനുഷ്യൻ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. അത് എല്ലാവരെയും പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ആരുടെയെല്ലാം പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംതൃപ്തിയാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വർഷം എടുത്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കേസിന് 4 വർഷം എടുക്കുകയും 4 വർഷം കഴിഞ്ഞിട്ട് 200ഓളം ആളുകളെ 200ഓളം പേജ് അതിന് പോകുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും സർക്കാരിനെയും ഇൻഡസ്ട്രിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം തരണം. ഇത് എൻ്റെ വീട്ടുകാരോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ്. ബിക്കോസ് നമ്മൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഭയപ്പെടുന്നത് എന്നെ അപായപ്പെടുത്തുമെന്നുള്ളതാണ്. അവർക്ക് അവരുടെ അമ്മയാണല്ലോ വലുത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം.